latest thing that happened was കസബിനെ ജീവനോടെ പിടിച്ചു. ആൻഡ് ദാറ്റ് ഓംബ്ലെ അവൻ്റെ സ്റ്റാച്യൂണ്ട് ഇതിൽ ഈ വാസ് ഓൺലി എസ് ഐ ഹെഡ് കോൺസ്റ്റബിളാണ് അവൻ ജീവിതത്തിൽ ഹീസ് എ റിയൽ ഹീറോ. ദേ ആർ പ്രിപ്പയറിംഗ് പീപ്പിൾ ടു അറ്റാക്ക് Mumbai, and then even the destination was, targets were also mentioned. Taj, Oberoi, Stock Exchange, Railway Station. 2006 in September 2008 vare, they went on saying that there will be an attack. They said that they are training people in a sea-borne terrorist attack. 1993 എല്ലാം ദാവൂദ് ഇബ്രാഹിമിൻ്റെ serial bomb blaster. People who intercepted it, they didn't know that Leopold is a cafe. They said that there will be an attack on Leopold. They thought that it was a man. Kabul or hotel, there was an attack by Taliban. ഇതേമാതിരി what happened in Bombay. കാരണം എല്ലാവർക്കും അറിയുന്നു ഇവരൊക്കെ മരിക്കും. Only dead body will be found. Then Pakistan will say that they are not our people. They are all Hindu or your own Muslims. 2008 മുംബൈ അറ്റാക്ക് അതൊരു ഇന്ത്യ കണ്ട ഒരു വലിയ, അതായത് ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു അറ്റാക്കായിരുന്നു. പല ഭാഗങ്ങളിൽ 10 ആംഡ് ആയിട്ടുള്ള ആളുകൾ വരികയാണ്. എന്നിട്ട് പല സ്ഥലത്തായിട്ട് പോയിട്ട് ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ വെടിവെക്കുകയായിരുന്നു. അത്രയും ഭീകരമായൊരു അറ്റാക്കായിരുന്നു. ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ അറ്റാക്ക്. ആദ്യം എൻ്റെ ഓർമ്മയിൽ ഞാനത് ദൂരദർശനിൽ കാണുകയാണ്. അപ്പോൾ ആദ്യം അധോലോക സംഘങ്ങളുള്ള തമ്മിൽ ഏറ്റുമുട്ടലായിരുന്നു ആദ്യം പുറത്തു വന്നത്. പിന്നെയാണ് ഇതൊരു വലിയ അറ്റാക്കാണെന്നും ഇതൊരു 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ഇത് മാറി എന്നുള്ളതും പിന്നെയാണ് മനസ്സിലാകുന്നത്. ഇത്ര വലിയൊരു അറ്റാക്ക് നമ്മൾ അറിയാതെ നടന്നു, അല്ലെങ്കിൽ കൃത്യമായി പ്രോപ്പറായിട്ട് നമുക്കത് തടയാൻ കഴിഞ്ഞില്ല. സാർ അതിൻ്റെ ഇൻ്റലിജൻസ് അന്വേഷണത്തിലുണ്ടായിരുന്നു പ്രധാന കമ്മിറ്റിയിൽ. അപ്പോൾ അത് പറഞ്ഞാൽ അത് ഷിയർ നെഗ്ലിജൻസ് എവ്രിവെയർ. ഞാൻ പറയാം അതെല്ലാം കൂടി. അത് 2006 മുതൽക്ക് ഇതിപ്പോൾ 2008 ആണ് നവംബറിൽ. 2006 മുതൽക്ക് ഇൻ്റലിജൻസ് വാസ് കമ്മിങ് ടു മഹാരാഷ്ട്ര ഗവൺമെൻറ്. കാരണം ഞാൻ എൻക്വയറി തുടങ്ങിയ ഉടനെ തന്നെ ഐ കോൾ ഫോർ ഓൾ ദി ഇൻ്റലിജൻസ് അലേർട്ട്സ് 2 കൊല്ലം പിന്നിന്ന്. അപ്പോൾ ഇറ്റ് വാസ് വെരി ക്ലിയർ. 2006 സെപ്റ്റംബർ 2008 വരെ they went on saying that there will be an attack. Sea-borne attack, I പറയും. They said that they are training people in a sea-borne terrorist attack. ആദ്യം നമ്മുടെ വിചാരം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദി ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ, ബാബ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ ആയിരിക്കുന്നതാണ്. അപ്പോൾ MK നാരായൺ issued the alert. So then they started getting very strict. Baba Atomic Energy, BARC, ചെമ്പൂരിലില്ല, ട്രോംബയിൽ അവിടെ. അപ്പോൾ അതിനെപ്പോലെ തന്നെ ഇങ്ങനെ that they are preparing people to attack Mumbai, and then even the destination was, targets were also mentioned. Taj, Oberoi, Stock Exchange, Railway Station, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ആദ്യം വിചാരിച്ചു ഇത് ഈ അറ്റാക്ക് 2006 വരുന്നതാണ്. കാരണം 2006 മുതൽക്ക് തുടങ്ങിയത്. ദെൻ somehow it didn't happen. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നില്ല ദാറ്റ് വിച്ച് ഈസ് ദ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഡൂയിങ് ഇറ്റ് ഓർ വെൻ വിൽ ബി ദി അറ്റാക്ക് ഇല്ല. പക്ഷേ ദിസ് വാസ് ക്ലിയർ ദാറ്റ് an attack was coming. And there is another very important thing. ഈ കാശ്മീരിലൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ടെററിസ്റ്റ് വരും, നമ്മളോട് പോലീസിനെ ഫൈറ്റ് ചെയ്യും. പക്ഷേ ബോംബെയിൽ ഇതുവരെ 1993 ബോംബ് ബ്ലാസ്റ്റ് ബോംബെയിലുണ്ടായിരുന്നു. 1993 എല്ലാം ദാവൂദ് ഇബ്രാഹിമിൻ്റെ സീരിയൽ ബോംബ് ബ്ലാസ്റ്റായിരുന്നു. എല്ലാം ടൈം ഒക്കെ ഒരു ബോംബ് കൊണ്ടും പൊട്ടും എല്ലാവരുടെയും വീടിയും അവിടെയും എല്ലാവരുടെയും പൊട്ടിയിട്ട് police will just go there and then sort of take people to hospital എല്ലാം കൂടിയിട്ട്. പിന്നെ 2006 റെയിൽവേയിൽ സീരിയൽ ബോംബ് അറ്റാക്ക് ഉണ്ട്.
അതും അതേമാതിരി തന്നെയായിരുന്നു. പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ തന്നെ പൊട്ടിയിരുന്നു. എല്ലാം ടൈംഡ് ഡിവൈസാണ്. പക്ഷേ ഈ സമയത്ത് ദേ ഈവൻ മെൻഷൻ ദാറ്റ് ദോസ് ടെററിസ്റ്റ് വിൽ ഫൈറ്റ് വിത്ത് യു. അത് കാശ്മീരിൽ അതാണ് നടന്നത്. പാർലമെൻറ്റ് അറ്റാക്കിലും അതാണ് നടന്നത്. ദാറ്റ് ദേ വർ ഫൈറ്റിംഗ് വിത്ത് അവർ പീപ്പിൾ. അല്ലെങ്കിൽ ബോംബെയിലൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർവേൾഡ് പോലീസ് പോയി അവർ ഓടിപ്പോവും. ദേ ഡോണ്ട് യൂഷ്വലി കൺഫ്രണ്ട് ദി പോലീസ്. ബോംബെയിൽ അതാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇത് അപ്പോൾ ഒരു ബോംബ് അറ്റാക്കായിരിക്കും. ഇതുവരെ 1993 മുതൽക്ക് ബോംബ് അറ്റാക്കാണ്. ഇതും എങ്ങനെ ബോംബ് അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ കുറച്ചൊരു അത്ര സീരിയസ് ആയിട്ടില്ല. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് 93 അറ്റാക്കിൽ എല്ലാം എക്സ്പ്ലോസീവ്സ് ഹാഡ് കം ത്രൂ ദി സീ. അന്ന് ശരിക്കും സ്മഗ്ലിംഗ് നെറ്റ്വർക്കിലാണ് കൊണ്ടുപോയത്. അവർ കറപ്ഷൻ ചെയ്തു. അവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് പറഞ്ഞു ഇത് ഗോൾഡാണ് സാറേ എന്ന് പറഞ്ഞു. ആക്ച്വലി ഇറ്റ് വാസ് ഓൾ എക്സ്പ്ലോസീവ്. അവർ ഒരു കസ്റ്റംസ് ഒരു ഓഫീസറുണ്ടായിരുന്നു, താപ്പ എന്ന് പറഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്തു ലേറ്റ്. അതൊക്കെ നോക്കിയിട്ടും വാട്ട് ഷുഡ് ഹാവ് ബിൻ ഡൺ ബൈ ദി മഹാരാഷ്ട്ര പോലീസ് ആൻഡ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്? ദേ ഷുഡ് ഹാവ് ഹാഡ് സീ പെട്രോളിംഗ്. കോസ്റ്റ് ഗാർഡിനെ വിളിച്ചിട്ടൊന്ന് പറയണം. കാരണം ഇവരുടെ കോസ്റ്റൽ ബോട്ട്സൊക്കെ വളരെ പ്രിമിറ്റീവ് ആണിരുന്നു. അത് വെള്ളം പൂർണ്ണ അങ്ങനത്തെ ഹൊറിബിൾ ബോട്ട്സാണ്. അത് സ്മഗ്ലേഴ്സിൻ്റെ ബോട്ട്സിനൊന്നും അത്ര ഫാസ്റ്റായിട്ട് ഓടില്ല. ദേ ന്യൂ വെരി വെൽ. ആൻഡ് 2006 onward they were getting intelligence, but not once did they call either Navy or the Coast Guard saying that please have a surveillance. അതൊന്നും ചെയ്തില്ല. എന്നിട്ട് പെട്ടെന്ന് വന്നപ്പോഴാണ് അറിയേണ്ടത്. ദാറ്റ് ഇസ് വാട്ട് ഐ സെഡ് ദാറ്റ് ഇസ് ദാറ്റ് അട്ടർ ഇൻ്റലിജൻസ് ഫെയിലിയർ. ദി ഹോൾ ഇൻ്റലിജൻസ് സിസ്റ്റം ആറ്റ് ബ്രോക്കൺ ഡൗൺ. പിന്നെ ഇവിടുത്തെ അതാണ് മുഴുവൻ ഞാനതാണ് എഴുതിയതിൽ. ഇത് ഹോൾ സിസ്റ്റം ഓഫ് ഇൻ്റലിജൻസ്, പ്രോസസ്സിംഗ് ഓഫ് ഇൻ്റലിജൻസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം. വേറൊന്ന് ആശ്ചര്യം തോന്നും. അന്ന് ഓബറോയിൽ അന്ന് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഒരു ഫംഗ്ഷന് വരുന്നു പറഞ്ഞിട്ട് ദർ ഈസ് വൺ അഡ്വാൻസ് ലിയേഷൻ വിസിറ്റ്. അത് എപ്പോഴും SPG നോക്കുക. അവിടെ പോയിട്ട് എങ്ങനെ പ്രൈം മിനിസ്റ്റർ വരേണ്ടത്, എങ്ങനെ പോകേണ്ടത്, എവിടെ ഇരിക്കണം എല്ലാം നോക്കും. ദാറ്റ് ഈസ് കോൾഡ് അഡ്വാൻസ് ലിയേഷൻ വിസിറ്റ്. അപ്പോൾ അന്ന് ഇൻസ്പെക്ടർ മെറീൻ ഡ്രൈവ് ഓബറോയിൽ രാത്രി 8:30 മണി വരെ ഈ IBയുടെ ടീമും SPGയുടെ ടീമും ഹോട്ടലുണ്ടായിരുന്നു. നോക്കിയിട്ട് എല്ലാം പോയിട്ട് അയാൾ വീട്ടിൽ പോയി വിതിൻ ഹാഫ് ആൻ അവർ ഈ ടെററിസ്റ്റ് വന്ന് വെടി തുടങ്ങി. അയാൾ ഊണ് കഴിക്കാതിരിക്കുകയാണെങ്കിലും അപ്പോഴേക്കും വരുന്നു. ഇങ്ങനെ ഫൈറ്റിങ് സ്റ്റാർട്ട് ചെയ്ത് അയാൾ ഭക്ഷണം കൂടി കഴിക്കാണ്ട് ഓട്ടി വന്നു. എന്നിട്ട് ഇവിടെ നോക്കി. ദാറ്റ് മീൻസ് ദാറ്റ് വൺ വിങ് ഓഫ് ദി ഗവൺമെൻറ് which IB perhaps knew everything, they did not even know this, that they are sending an advanced liaison visit. Supposing the terrorists had come and the SPG people and all of them were there, what would have happened? അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഒരു സീരിയസ് ആയിട്ട് ഒന്നും എടുത്തിട്ടില്ല. 16 ഇൻ്റലിജൻസ് അലേർട്ട് മെൻഷനിങ് ദി ടാർഗറ്റ്സ്. അപ്പോൾ the only thing that they did was കൊളാബയിൽ ഈ ഇൻ്റലിജൻസ് അലേർട്ട് വന്നപ്പോൾ ആ ഡെപ്യൂട്ടി കമ്മീഷണർ പോയിട്ട് താജിൽ പോയി പറഞ്ഞു അങ്ങനെ യു ബെറ്റർ ടൈറ്റൻ യുവർ സെക്യൂരിറ്റി. വെൻ ടു ലേപ്പോൾഡ് കഫേ. അതിൻ്റെ മുമ്പിലുള്ള ഒരുപാട് ഹോക്കേഴ്സ് ഉണ്ടായിരുന്നു. ഹോക്കേഴ്സിനൊക്കെ റിമൂവ് ചെയ്തു. അതൊക്കെ ചെയ്തു. അറ്റ്ലീസ്റ്റ് ദാറ്റ് ഹി ഡിഡ്. ബട്ട് ഓൺ സീ ഫ്രണ്ട് നത്തിങ് വാസ് ഡൺ. ലിയോപോൾഡ് കഫേയിൽ ആക്രമണം ഉണ്ടാവുമെന്ന് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. ലിയോപോൾഡ് കഫേ ഓൾസോ കെയിം. That also came. The people who intercepted it, they didn't know that Leopold is a cafe. They said that there will be an attack on Leopold. They thought that it was a man. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ വന്നപ്പോൾ they said Leopold means Leopold cafe. കാരണം why Leopold cafe is because that is a place where all these hippie type of foreigners go. അങ്ങനെ അങ്ങനെ ഒരു പിന്നെ അവിടെ ഡ്രഗ്സൊക്കെ കിട്ടുത്തരും. അത് എനിക്കറിയില്ല. പക്ഷേ ദാറ്റ് വാട്ട് ദി ലോക്കൽ പോലീസ്. ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് റെപ്യൂട്ടേഷൻ. പക്ഷേ ആളുകളൊക്കെ പോവും. ഈ ടൂറിസം എല്ലാവരും ഒരു ഫാഷനബിൾ അങ്ങനെയാണ്. അപ്പോൾ ദാറ്റ് വാസ് ഓൾസോ അറ്റാക്ക്.
അവിടെ പോയിട്ട് ചെയ്യാം. അത് അമേരിക്കൻസ് ഉണ്ടാവും അവിടെ, ഓർ സം അതർ പീപ്പിൾ, ജ്യൂസ് ഉണ്ടാവും. നരിമൻ ഐ തിങ്ക് വാസ് അഗൈൻസ്റ്റ് ദി ജ്യൂസ്. അപ്പോൾ അതാണ് ഉണ്ടായത്. ദർ വാസ് അട്ടർ ഫെയിലിയർ ഓഫ് യൂണിഫോം പോലീസ്, ഓഫ് ഇൻ്റലിജൻസ് മെഷീനറി ഇൻ മഹാരാഷ്ട്ര ആൻഡ് ടു സം എക്സ്റ്റെൻറ്റ് ഈവൻ ഇൻ്റലിജൻസ് ബ്യൂറോ. കാരണം ഇൻ്റലിജൻസ് ബ്യൂറോനെ ഇത് അറിഞ്ഞിട്ടെങ്കിൽ അവർ ദേ വുഡ് ഹാവ് ടേക്കൺ സം പ്രിക്കോഷൻസ് അല്ലോ. ഇതെങ്ങനെ ഇത് വരാണ് ഈവൻ ഓബറോയ് മെൻഷൻ ആസ് എ ടാർഗറ്റ് ആൻഡ് ദേ ഷുഡ് ഹാവ് ടേക്കൻ ഇറ്റ് സീരിയസ്ലി. ഓബറോയ്, താജ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻ, ദെൻ ദേ സെഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വാസ് ആ 93 ബ്ലാസ്റ്റിൽ അവിടെ വലിയ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഈ അന്ന് ഹേമന്ത് കർക്കറെ, കാംതെ, അശോക് കാംതെ, വിജയ് സലാസ്കർ ഇവർ 3 പേര് ഒരുമിച്ച് പോകുമ്പോഴാണ്. മാത്രമല്ല ഈ ഭീകരർ വന്നതെല്ലാം ഹിന്ദു പേരുകളിലായിരുന്നു. ഹിന്ദു നെയിംസ് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്ത് അവരെ കൊണ്ടുവന്നത്? ഡിസെപ്ഷൻ. കാരണം അതിൻ്റെ മുമ്പ് വി ഹാഡ് വാട്ട് ഇസ് കോൾഡ് എ സീരീസ് ഓഫ് ബ്ലാസ്റ്റ് ഇൻ ഇന്ത്യ ഫ്രം ഇന്ത്യൻ മുജാഹിദീൻ. ദേ വർ ഓൾ ഇന്ത്യൻസ് ഓൺലി, ദേ വർ നോട്ട് പാകിസ്ഥാനി. പാകിസ്ഥാൻ ഡിഡ്ന്റ് വാണ്ട് to say that they are, they want to say that നിങ്ങളുടെ ആളുകളാണ് അങ്ങനെ ഒരു നമ്മളെ ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദിസ് പർട്ടിക്കുലർ തിങ് ലേറ്റർ വി വർ ടോൾഡ് ദാറ്റ് ഇവരൊക്കെ പാകിസ്ഥാനികൾക്ക് അവർ ഉറുദു ഓർ ഹിന്ദി സംസാരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. പക്ഷേ ബോംബെയിൽ ദിസ് ഹിന്ദി ഈസ് എ പെക്യൂലിയർ ബോംബെ ഹിന്ദി എന്ന് പറയും. അവർ ചില മറാഠി വീടൊക്കെ വെച്ചിട്ട് പിന്നെ എല്ലാവരും ഒരു റെഡ് ഇത് ഇവിടെ കട്ടും. അതെല്ലാവരും മഹാരാഷ്ട്രയിൽ എല്ലാവരും കാണാം. ഒരു അമ്പലത്തിൽ പോയിട്ട് എങ്ങനെ ചെയ്യണം. ആക്ച്വലി മുസ്ലിംസ് ഓൾസോ ഡു ഇറ്റ്, പക്ഷേ മോർ ഹിന്ദുസ് ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ അവർ നമ്മളെ കാരണം എല്ലാവർക്കും അറിയായിരുന്നു ഇവരൊക്കെ മരിക്കും, ഓൺലി ഡെഡ് ബോഡീസ് വിൽ ബി ഫൗണ്ട്. ദെൻ പാകിസ്ഥാൻ വിൽ സേ ദേ ആർ നോട്ട് അവർ പീപ്പിൾ, ദേ ആർ ഓൾ ഹിന്ദു ഓർ യുവർ ഓൺ മുസ്ലിംസ്. അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതുണ്ടായത്. ആൻഡ് സോ ദേ വർ ട്രെയിൻ ഇൻ ദി ബോംബെ ഹിന്ദി ബൈ വൺ ഫെലോ ഫ്രം ദാറ്റ് ഇസ് അൾട്ടിമേറ്റ്ലി ദേ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഇസ് എ ജുണ്ടാൾ, വൺ ഫെലോ. അവനാണ് ചെയ്തത്ര. ഐ എം നോട്ട് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്, ബട്ട് ദിസ് ഇസ് വാട്ട് ദേ സേ. സോ ദേ വർ ഓൾ ട്രെയിൻഡ് ഇൻ ദി ബോംബെ ടൈപ്പ് ഓഫ് ഹിന്ദി ടു hoodwin people. Now what happened was, now this is where I faltered. It is there in my book in 2611 Keeping India Safe. ഈ എം കെ നാരായണൻ്റെ ഒരു ഇതുണ്ടായിരുന്നു നമ്മുടെ എഗൻസ്റ്റ് അലേർട്ട് അഗൻസ്റ്റ് ദി ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസ്. ആ സമയത്ത് ഇവിടെ ഒരു CNN IBN എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ഇപ്പം അത് CNN 18 ആണ്. അന്ന് CNN IBN ചാനലായിരുന്നു. അവിടെ ഒരു എ വെരി സ്മാർട്ട് ബോയ് കോൾഡ് സോഹൈസ് അഹമ്മദ് എന്ന് പറഞ്ഞിട്ട്, യങ് ഫെലോ, വെരി വെൽ എഡ്യൂക്കേറ്റഡ് ചാഫ്. ഹി ഈസ് ഓൾവേസ് എന്താ പറയുക, ഒരു പ്രൊആക്റ്റീവാണ്. അപ്പോൾ അയാൾ he took a boat and then took a survey of the sea front at BARC, that is Atomic Energy Department. They didn't find any sea petroleum. So he made a video and broadcast it all over, saying that this is what has happened, and despite the National Security Advisor's alert, there is no sea patrolling at all in Bombay. That means this took place a few months before. ഞാൻ ഡേറ്റും അതിൽ എഴുതി, എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. That this took place before 2 or 3 months. So there the police should have been alerted because it came on the TV, everybody, and it was rebroadcast also. അതും ചെയ്തില്ല. പിന്നെ വേറൊന്ന്, this is what is called open source intelligence. Open source, OSI. ഞങ്ങളുടെ one is secret intelligence, the other is open source intelligence. Open source intelligence also you can get useful things. So this is one open source intelligence which they forgot, which they neglected. Second was, there were a group of people who came. We did not know, Bombay did not know at all. Ultimately, അവരുടെ ബോട്ടൊക്കെ
കുറച്ച് കേടുവന്നു. ദെൻ ദേ കെയിം ഓവർ ടു ബോംബെ ഷോർ ആൻഡ് ദേ വെൻ ടു കാശ്മീർ. അന്ന് എം കെ നാരായണൻ പറഞ്ഞിരുന്നു ഇങ്ങനെ, ബിക്കോസ് യു നോ ക്രോസിംഗ് ഓവർ ദി ബോർഡർ, ദി ആർമി ആൻഡ് what you call Rashtriya Rifles and all, they are very alert. അപ്പോൾ they want to do some sea infiltration through the sea. അപ്പോൾ ഇവർ ഇവിടെ ബോംബെയിൽ ഇറങ്ങിയിട്ട് they went by train all the way to Kashmir and they were arrested in Kashmir. കാശ്മീരിൽ DG പറഞ്ഞിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ കയ്യിൽ ബോഗസ് ഐഡൻറ്റിറ്റി കാർഡ് ഇൻ ഹിന്ദു നെയിംസ് വർ ദ ആൻഡ് ദേ ആർ ഓൾ ടൈഡ്. സോ അത് ഇവിടെ ആരും വായിച്ചില്ല. Somebody should have told them. Our National Security Council should have said, look, there is an infiltration through your sea coast. You be alert. And then 2006 onwards, these alerts were coming from Delhi that there will be a attack, etc., etc. That was also not done. That means the secret intelligence was not bothered. Then nobody looked at it. The OSI was also not looked at all. പിന്നെ അതേമാതിരി കാബൂളിലൊരു ഹോട്ടലിൽ there was an attack by Taliban. ഇതേമാതിരി what happened in Bombay, കാബൂളിൽ. പിന്നെ സെപ്റ്റംബറിൽ there was a I think either Lashkar Taiba or some people in Hotel Marriott in Islamabad. അന്ന് ഈ റംസാൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റംസാൻ or some Eid was going on, evening prayers, സെപ്റ്റംബറിൽ. And there was a car bomb blast in which so many people died. So when you see these things in your neighborhood, you have to put all these things and make a assessment. അതൊന്നും ചെയ്തില്ല. The National Security Council ചെയ്തില്ല, ബോംബെ പോലീസ് ചെയ്തില്ല, ആരും ചെയ്തില്ല. This is what I have mentioned. ആ സമയത്ത് കുറച്ച് കോൺസ്പിറസി തിയറീസ് ഉണ്ടായിരുന്നു. എസ് എം മുഷറഫ് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ്, അതിൽ കുറേ ഇൻ്റലിജൻസ് IB ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. That's all nonsense. Very absolute ridiculous. That's all I can say. Musharraf, I never met that chap. He was supposed to be a DIG here and I never met him. But it's so ridiculous, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഇതൊക്കെ. That the Hindus have killed, all nonsense. Israelis, Jews have done. Kasab, the greatest thing that happened was Kasabine ജീവനോടെ പിടിച്ചു. And that Omle, there is I went a statue, he was only ASI, head constable ആണ്. ഈവൻ ആ കസബിൻ്റെ ഇതുണ്ടായിരുന്നു, അതിനെ കെട്ടിയും പിടിച്ചു. And കസബിനെ ഫൈറ്റ് ചെയ്തിട്ട് he had about 20 bullets on his body. But അവൻ വിട്ടില്ല. But fortunately the other fellows wanted to kill him and they killed that Ismail. പക്ഷേ ഇവനെ കൊല്ലണം എന്ന് പറയുമ്പോഴേക്കും ഫോർച്യുനേറ്റ്ലി ചെയ്തില്ല. അവനെ കസബിനെയും കൊന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ വോട്ടേഴ്സ് ഇതൊക്കെ നിങ്ങളുടെ ആളുകളാണ്, അവരെ കണ്ടില്ലേ, അവരെ they didn't have any identity card. പക്ഷേ അവരുടെ അതൊക്കെ ഉണ്ടായിരുന്നു. അവർ നിങ്ങളുടെ ആൾക്കാരാണ്, ഞങ്ങൾ ഹൗ ആർ വി കൺസേൺ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ദി ഹോൾ തിങ് കെയിം. ഓംലെ അവനാണ്, അവൻ ജീവിതത്തിൽ ഹീസ് എ റിയൽ ഹീറോ. സാർ, ഈ 3 പേര് ഒരുമിച്ച് നമ്മുടെ മെയിനായിട്ടുള്ള 3 പേര് അശോക് കാംതെ, അത് ഒരു ഇറ്റ് വാസ് എൻ ആക്സിഡൻറ്റ്. ഐ ടെൽ യു വാട്ട് ഹാപ്പൻ. അത് ഞങ്ങൾ വി വെൻ വെരി thoroughly into that. ഈ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് ഇറങ്ങിയിട്ട് ലേപ്പോൾ കഫേയിൽ പോയി. ലേപ്പോൾ കഫേയിൽ പോയിട്ട് അവരെ കൊന്നിട്ട് അവർ ടാജിൽ പോയി. പിന്നെ വേറൊരു ഗ്രൂപ്പ് ടാക്സി എടുത്തിട്ട് ടാജിൽ പോയി. ടാജിൽ മാത്രമാണ് 4 ആളുണ്ടായിരുന്നത്, ബാക്കി എല്ലാ സ്ഥലത്തും 2 ആളുകളുണ്ടായിരുന്നുള്ളൂ. പിന്നെ കസബും ഇസ്മയിലും ഇവിടുന്ന് ടാക്സി എടുത്തിട്ട് CSTയിൽ പോയി. എന്നിട്ട് അവിടെയൊക്കെ ഇതൊക്കെ കൊല്ലം കഴിഞ്ഞിട്ട് അവരെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ വാണ്ടഡ് ടു ഗോ അറ്റ് എ ഹയർ എലിവേറ്റഡ് പ്ലേസ് ആൻഡ് ദെൻ കിൽ. കാരണം നമ്മൾക്ക് അവിടെ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദി പോലീസ് ടു ഷൂട്ട് ദീസ് പീപ്പിൾ. സോ ഇവർ വിചാരിച്ചു ഇതൊരു എലിവേറ്റഡ്, ദേ ഡിഡ്ന്റ് നോ ദാറ്റ് ഇറ്റ് വാസ് കമ്മിങ് ഡൗൺ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർക്ക് കുറച്ചൊരു കൺഫ്യൂഷനായി, ഇനിയിപ്പോൾ എന്താ ചെയ്യണം നമ്മൾക്ക്, ബിക്കോസ് വി വാണ്ടഡ് ടു ഗെറ്റ് അവേ ഓൾസോ. ആൻഡ് ദർ ഇസ് വൺ വേർഷൻ സെയിങ് ദാറ്റ് ദിസ് ഇസ്മയിൽ ഈസ് എ ടെററിസ്റ്റ് ട്രെയിനർ. സോ ബാക്കി എല്ലാവരും ചത്താലും പാകിസ്ഥാൻ വാസ് നോട്ട് ബോതേഡ്.
but they wanted to save that Ismail. And Ismail is a trainer, he's not a terrorist. അപ്പോൾ Ismail was told that you have to come back. നിങ്ങളുടെ ബോട്ട് അവിടെ ഉണ്ട്. ഈ റബ്ബർ ഡിഞ്ചി ഈസ് ഓൾസോ ദർ. നൗ ഹീ കുഡ് ഹാവ്, ഇഫ് സംഹൗ ഹി വാസ് ഏബിൾ ടു ഗെറ്റ് അവേ ആഫ്റ്റർ ദ കില്ലിംഗ് ആൻഡ് ദെൻ ഗോ ബാക്ക് ടു ദ ഡിഞ്ചി ആൻഡ് ദെൻ ഡിങ്കിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഹീ കുഡ് ഹാവ് സ്റ്റേഡ് ഇറ്റ് ആൻഡ് ഗോൺ ടു ദാറ്റ് ബോട്ട് ആൻഡ് ദെൻ എസ്കേപ്പ് ഫ്രം ഹിയർ. അത് പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് തന്നില്ല. സോ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് അവർ CST പോയിട്ട് ആ ഓവർ ബ്രിഡ്ജിൽ പോയി. അവിടെ വന്നപ്പോൾ ഒരു ഡിപ്പാണ് ഒരു റോഡിൽ. അവർ കുറച്ച് പോയി, അവിടെയും ദേ കിൽ സം പീപ്പിൾ. ദെൻ ദേ വെൻ ടു ദാറ്റ് കാമ ഹോസ്പിറ്റൽ. കാമ ഇസ് എ മെറ്റർണിറ്റി ഹോസ്പിറ്റൽ. അവിടെ പോയി ദേ വോണ്ടഡ് ടു ഗോ ഓൺ ടോപ്പ്. കാരണം അഗെയിൻ ദി ഇൻസ്ട്രക്ഷൻസ് ആർ യു ഗോ ഓൺ ടോപ്പ് ആൻഡ് കിൽ ആസ് മെനി പീപ്പിൾ ആസ് പോസിബിൾ. അവിടെ ആളുകളൊക്കെ മിണ്ടാണ്ട് കിടക്കായിരുന്നു, ഈ സ്ത്രീകളൊക്കെ ഡെലിവറി ചെയ്തിട്ട്. ദെൻ ദേ വെൻറ്റ് ഓൺ ടോപ്പ്. ബൈ ദ ടൈം ദാത്തെ ഈസ് നൗ ദി DG ഹിയർ. അയാൾ മറ്റേ സൈഡിൽ കൂടെ വന്നിട്ട് he was there, but these terrorists were on top. They tried to confront them. They had AK-47. These people did not have AK-47. They had only some ordinary pistols and all that. അപ്പോൾ അവർ വന്നിട്ട് then when they found that there is resistance, they wanted to come down. അപ്പോൾ ഇവരെ കണ്ടു, ദാത്തേനെ കണ്ടു, അവരെ കൂടെ വെടിവെച്ചു. ദാത്തെ was injured. His bodyguard was killed. Then they came down, came in the front of the Kama hospital, turned right. അവർക്ക് they wanted to hijack a vehicle to go, obviously must be to get the sea front. Sea front ഇവിടെ റബ്ബർ ബോട്ട് ഉണ്ടായിരുന്നു. So they went this way and turned to the left. Then അങ്ങനെ മെല്ലെ പോകുമ്പോൾ അവർ അവിടെ കുറേ കാറൊക്കെ കണ്ടിരുന്നു അവിടെ. അവർ they wanted to break open, എന്തോ ഒരു ഐഡിയ ആണ്. അപ്പോൾ ആ സമയത്ത് now what happened was that ഇത് നോക്കുമ്പോൾ ദാത്ത ഇവിടെ ഇഞ്ചുറി ആയിട്ട് കിടക്കണം ഇവിടെ. സോ they went on saying that വയർലെസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ടെററിസ്റ്റ് വൺ പീപ്പിൾ ആർ ദ. സോ ഇവർ കർക്കറെ ആൻഡ് കാംട്ടെ came by another road where CST ഉണ്ട് ഇവിടെ. They came by the same route എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടു ദി ആഫ്റ്റർ ദി മുനിസിപ്പൽ, നിങ്ങൾ താമസിക്കുന്ന ആ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് മുനിസിപ്പൽ ഓഫീസുണ്ട്. പിന്നെ വേറെ കോളേജൊക്കെ ഉണ്ട്. ആ ഇടവഴി കൂടെ അവർ വന്നു. ദെൻ ദേ ഫൗണ്ട് ദാറ്റ് കാമ ഹോസ്പിറ്റൽ ദർ ഇസ് സംതിങ് ഗോയിങ് ഓൺ. സോ ദേ വെൻ ടു സീ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കാമ ഹോസ്പിറ്റൽ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വയർലെസ് ആരോ പറഞ്ഞു ഇങ്ങനെ ദീസ് പീപ്പിൾ ആർ കമ്മിങ് ബൈ റോഡ്. അപ്പോൾ ഇവർ അറ്റ് ദാറ്റ് ടൈം വൺ ക്വാളിസ് വെഹിക്കിൾ കെയിം, ആരോ ഒരാൾ കൊണ്ടുവന്നാണ്. സോ കർക്കറെ ആൻഡ് കാംട്ടെ ദേ സെഡ് വിൽ ഗോ ദ. അപ്പോൾ ദർ ഇസ് എ ഇൻസ്പെക്ടർ കോൾഡ് സാലസ്കർ. അവനും മരിച്ചു. സാലസ്കർ വാസ് ഇൻ ഫ്രണ്ട്, കാംട്ടെ വാസ് ഇൻ ഫ്രണ്ട്. സാലസ്കർ വാസ് ഡ്രൈവിംഗ്, കാംട്ടെ വാസ് ഇൻ ഫ്രണ്ട്, കർക്കറെ വാസ് ബിഹൈൻഡ്. ആൻഡ് ദി റിയർ സൈഡ് വേർ സം കോൺസ്റ്റബിൾസ്. അവരിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെവിടെയാണ് ഇവർ ഇന്ന് കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ വർ ഓൾ ക്വൈറ്റ് ആംഡ്. ഇങ്ങനെ പോകുമ്പോൾ ആൻഡ് മീൻ വൈൽ ദീസ് കസബ് ആൻഡ് ഇസ്മയിൽ ദേ വർ കമ്മിങ് സ്ലോലി. ദേ സോ ദേ ഹേർഡ് എ വെഹിക്കിൾ. ആക്ച്വലി ഇത് മൈ ഓൾഡ് ഓഫീസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിൻ്റെ മുമ്പിലാണത്. അവരിങ്ങനെ വരുമ്പോൾ ഇവർ ഇങ്ങനെ വരണം. സോ ഇവരിങ്ങനെ ഒളിച്ചു ഈ രണ്ടുപേരും. ദേ വാണ്ടഡ് ടു, ദേ സെഡ് വി ഹാവ് ടു ഗെറ്റ് ദിസ് വെഹിക്കിൾ. അപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു ബുഷിൻ്റെ പിന്നിലാണ് നിന്നിട്ട് ആ ക്വാളിസ് വരുമ്പോൾ അവരങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് പുട്ട് അബൌട്ട് 100 bullets ഓൺ ദാറ്റ് തിങ്. ആ ബുള്ളറ്റ്സിൽ സാലസ്കർ മരിച്ചു, കർക്കറെ മരിച്ചു, പിന്നെ കാംട്ടെ മരിച്ചു. ആൻഡ് ഓൾസോ ദേ വാണ്ടഡ് ടു ഹൈജാക്ക് ദിസ് പീപ്പിൾ. ദേ കെയിം ബിഹൈൻഡ്, അവരും കൊന്നു. വൺ ഫെലോ വാസ് സേവ്ഡ്, വൺ ജാദവ്, വൺ ബോഡിഗാർഡ്. അവന് he pretended to be dead. അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? they tried to open the rear door to throw out these dead bodies, and they opened the front door and threw out കാംട്ടെ, സാലസ്കർ ആൻഡ് കർക്കറെ. അവരെ പിടിച്ച് പുറത്താക്കി. then they drove, and then what happened was that അവർക്ക് they wanted to get away. അതിൽ എന്നിട്ട് they drove straight. അപ്പോൾ ഒരു പോലീസ് പെട്രോൾ ഉണ്ടായിരുന്നു, അവരെ വെടിവെച്ചു. പക്ഷേ these people killed one sub inspector.
And then they went to, there is another right turn ചെയ്തിട്ട് മെട്രോ തിയേറ്റർ ഉണ്ട്, അവിടെ പോയി. എന്നിട്ട് അവർക്ക് കുറച്ചൊരു ആ നെർവസായിട്ട് ദേ ഡിഡ്ന്റ് നോ വാട്ട് ടു ഡു. സോ ദേ ട്രൈ ടു ഗോ ഫർദർ, ദേ വാണ്ട് ടു കം ദിസ് സൈഡ് ഓൺലി. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ടേണിംഗ് ടു ദ ലെഫ്റ്റ് ദേ ടേൺ ടു ദ റൈറ്റ്. ദെൻ ദിസ് ഫെല്ലോ ഫെൽ ദാറ്റ് ഹി വാസ് റോങ്. ദെൻ ഹി റിവേഴ്സ് കെയിം ഓൾ ദി വേ ആൻഡ് ഈ ഞങ്ങളുടെ ബിൽഡിങ് അവസാനിക്കുന്ന അത് അവിടെ തന്നെ ഇവിടെ വന്നു. ദെൻ ദേ കെയിം ഹിയർ ഓൾ ദി വേ. ദേ വാണ്ടഡ് ടു ഗോ ബൈ ദിസ് റോഡ്, സെയിം റോഡ് നമ്മൾ ഫ്രണ്ടിൽ. കാരണം അവരുടെ ഡിങ്കി വാസ് ദർ അവിടെ. ദാറ്റ് വാസ് ദ ഐഡിയ. ബട്ട് ഇത് തെറ്റിയിട്ട് അവർക്ക് ദേ വെൻ ടു ദി അനദർ റോഡ്. ഇതേമാതിരി പാരലൽ റോഡുണ്ട്, അവിടെ പോയി. അവിടെ പോയിക്കും ഈ ടയറൊക്കെ പങ്ക്ചറായി കാറിൽ. ദേ കുണ്ടു പോകും. ആ സമയത്ത് ദേ വാണ്ടഡ് ടു ഹൈജാക്ക് അനദർ കാർ. So by that time the police people were all over here, അപ്പോൾ ഒരു സ്കോഡ കാർ ബസ്. ആ സ്കോഡനെ അവർ കൊന്നില്ല. ഒരു ഹസ്ബൻഡ് വൈഫുണ്ട്, അവർ പോകാൻ പറഞ്ഞു. then they drove. Instead of driving this way, ആ പരിഭ്രമത്തിൽ they went to the left and then went to Marine Drive. By that time police were alerted, ഇങ്ങനെ ഒരു സ്കോഡ വരുന്നുണ്ട്. And meanwhile what happened is that Jadhav, ഇവരൊക്കെ പോയപ്പോൾ he picked up a wireless set and started telling, ഇങ്ങനെ ഞാൻ ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട്. they are all confused, അവർക്ക് കൺട്രോൾ റൂമിന് അറിയണ്ടായിരുന്നില്ല എന്താ നടക്കുന്നത്. എല്ലാവരും ഇവിടെ വിട്ടണു, ഇവര് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. So then they rush people and meanwhile they put a road block along the Marine Drive. ചൗപ്പാത്തിയിൽ അവിടെ എൻഡ് ഓഫ് മെറിൻ ഡ്രൈവ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഓംലി ഉണ്ടായിരുന്നു, മറ്റവരുണ്ടായിരുന്നു. അവരാണ് പിടിച്ചത്. ദെൻ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ഓംലി എംബ്രേസ് ദിസ് ഫെലോ. പിടിച്ചിട്ട് ശരിക്കും അവനെ കൊന്നു. ഇസ്മയിൽ വാസ് ഷോട്ടഡ് ബൈ ദി അതർ ഫെലോ. അവനെ പിടിച്ചു. ദിസ് വാട്ട് ഹാപ്പൻ. സോ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇവർ പറയുന്നത് ദാറ്റ്സ് ഓൾ utter nonsense. This is exactly what happened because Jadhav was an eyewitness. So he told us all this. ആ സമയത്ത് 2-3 പുസ്തകങ്ങളൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചു. കാര്യം ഇത്രയും വലിയൊരു അറ്റാക്ക് ഉണ്ടായിട്ട് ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു, ഒന്നും ചെയ്യാതെ മനഃപൂർവ്വം പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത്. പിന്നെ അങ്ങനെയൊക്കെ നേരത്തെ ഇന്ത്യൻ മുജാഹിദീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്നൊരു സംഘടനയെ ഇല്ല, അങ്ങനെ ഒരു ഇതേ ഇല്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നൊക്കെ ഒരു കോൺസ്പിറസി തിയറീസ് ആയിരുന്നു ആ സമയത്ത് മുഴുവൻ. അതുപോലെ ചബാദ് ഹൗസിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മലയാളി ഇന്ത്യക്കാരി ഉണ്ടായിരുന്നല്ലോ, മറ്റേ ആ കുട്ടിയെ നോക്കിയിരുന്ന അപ്പോൾ അത് ഒക്കെ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, മൊസാദിൻ്റെ കൈയാണ് ഇത് മൊത്തം എന്നായിരുന്നു അന്നത്തെ ഒരു കോൺസ്പിറസി തിയറി. I don't rule out the possibility ചബാഡ് ഹൗസ് ആയിരിക്കും. പക്ഷേ ചബാഡ് ഹൗസ് അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. പക്ഷേ വി ഡോണ്ട് നോ ബട്ട് ദാറ്റ് ദർ വാസ് നോ കോൺസ്പിറസി അറ്റ് ഓൾ. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഒറിജിനലി ആ ഹെയ്ഡ്ലി വന്നിട്ടാണ്, അവനാണ് ഈ ജൂയിഷ് ടാർഗറ്റൊക്കെ കൊടുത്തത്. അവനാണ് ശരിക്ക് വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തത്. ദാറ്റ് ഈസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പിന്നെ ഇവർക്കും അതൊക്കെ അവരുടെ മൊബൈലിലും ഈ GPS ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവർക്ക് അറിയില്ലല്ലോ എവിടെ പോകണമെന്ന്. സോ ഹെയ്ഡ്ലിയുടെ വീഡിയോ എടുത്തിട്ടാണ് they passed it on to Lashkar Taiba and then the terrorists had all coordinates. എങ്ങനെ പോകേണ്ടത് GPS ഒക്കെ ഉണ്ടായിരുന്നു. That's all the conspiracy. There is a conspiracy of course, but not Mossad or anybody. There is no point in talking about it. We have done very thorough inquiry. അങ്ങനെ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തില്ല, എൻക്വയറി വാട്ട് ഹാപ്പൻ അത്ര തന്നെ. എവിടെ പോലീസിന് എവിടെയാണ് മിസ്റ്റേക്ക് വന്ന്, എവിടെ നമ്മളുടെ അതൊക്കെ നോക്കി. ഇറ്റ്സ് വെരി ക്ലിയർ. ആൻഡ് ദിസ് മുഷറഫിൻ്റെ ഇറ്റ്സ് ഓൾ നോട്ട് എ നോൺസെൻസ്, വെറുതെ എന്തെങ്കിലും പറയുന്നത്. അല്ല, ഒരു പോലീസ് ഫോഴ്സിൽ ഒരാൾ പറയുന്നതുകൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇത് വരില്ലായിരുന്നു. അതിനുശേഷം ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ
അതിൻ്റെ മാറ്റങ്ങൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് 2008 ഐ തിങ്ക് ഞങ്ങളൊരു 27 റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വന്നാൽ എന്താ ചെയ്യണം. ആൻഡ് ദേ ഹാവ് ഡൺ എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. ഇനിയിപ്പോൾ ദി പ്രോബ്ലം ഈസ് ശരിക്ക് നമ്മളുടെ യുനോ ഈ റെസിസ്റ്റ് ചെയ്യാൻ എങ്ങനെ ചെയ്യേണ്ടത്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോംബെയിൽ അവർ നൊട്ടോറിയസ് തിങ് ഈസ് ട്രാഫിക് ജാം. നമ്മളിപ്പോൾ റോഡ് കൂടെ വരുമ്പോൾ എങ്ങനെ ഇവിടെ സപ്പോസിങ് നൗ ടുമോറോ സംതിങ് ഹാപ്പൻസ് ഹിയർ, അവിടുന്ന് യുനോ ഫ്രം ദി ബേസ് ദി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ഓർ മഹാരാഷ്ട്ര ഗവൺമെൻറ് ഓൾസോ സ്റ്റാർട്ടഡ് സംതിങ് ലൈക്ക് NSG. ഇവിടെ ഇറ്റ്സ് കോൾഡ് വാട്ട് ഇസ് കോൾഡ് എനിവേ ദേ ഗോട്ട് എ ഫോഴ്സ് ഇപ്പോൾ കിട്ടണം. അവർ ദേ വെൽ ട്രെയിൻ. അവർ അങ്ങനെ പറയുമ്പോൾ വേഗം എങ്ങനെ എത്തുക, ദാറ്റ് ഈസ് അവർ ബിഗ് പ്രോബ്ലം. അത് കാരണം മഹാരാഷ്ട്രയിൽ ഹെലികോപ്റ്ററൊന്നുമില്ല ഇവർക്ക്. ബാക്കി എല്ലാ സിറ്റീസിലും ഹെലികോപ്റ്റർ ഉണ്ടാകും, ദേ ക്യാൻ റഷ് ദർ. അങ്ങനെ റാപ്പിഡ് ആക്ഷനിൽ എങ്ങനെ പോവാം, ദാറ്റ് ഈസ് വൺ. സോ ഇവിടെ ഇപ്പോൾ എവറി യൂണിറ്റ് ഹാസ് ഗോട്ട് എ റാപ്പിഡ് ആക്ഷൻ. അറ്റ്ലീസ്റ്റ് സം പീപ്പിൾ വിത്ത് AK-47 ഒക്കെ ഉണ്ട്. There is a lot of improvement. പിന്നെ coastal also there is better coordination with coast guards, പിന്നെ navy പിന്നെ outer sea ഉള്ളൂ, but mainly it is coast guards. I had recommended saying that the entire coastal protection should be with the coast guard, because marine police ഉണ്ടായാലും what happened at that time was ചിദംബരം there was a earlier കാർഗിൽ കഴിഞ്ഞതിന് ശേഷം ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഹൗ ഡു യു പ്രൊട്ടക്ട് ദി സീ ബോർഡർ. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ എല്ലാ സ്റ്റേറ്റ് പോലീസ്, കാരണം പോലീസ് ഇസ് അണ്ടർ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്, സോ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഷുഡ് ഹാവ് മെറീൻ പോലീസ് വിത്ത് വെൽ എക്വിപ്ഡ് ബോട്ട്സ് എല്ലാം കൂട്ടിയിട്ട്. അതാണിപ്പോൾ. ഇനിയിപ്പോൾ അത് എത്രത്തോളം അത് ഇൻസിഡൻറ്റ് വന്നിട്ട് കാർഗിൽ കഴിഞ്ഞിട്ട് കാലം കുറേ, കാർഗിൽ റിപ്പോർട്ട്സിൻ്റെ അതും വന്നിട്ട് കൊല്ലം കുറേ. പക്ഷേ ഈവൻ ഡ്യൂറിങ് ദി ടൈം ഓഫ് 26/11 ദി ബോട്ട്സ് were useless. They were actually borrowing boats from merchant navy or naval people. അങ്ങനെയായിരുന്നു. അതൊന്നും അന്ന് ശരിയല്ല. ഇപ്പോൾ ഇറ്റ്സ് ബെറ്റർ നൗ, there is better coordination. കാരണം അത് കഴിഞ്ഞതിന് ശേഷം 3-4 times I had gone for the coordination meeting. ഒരു പ്രാവശ്യം ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് വാസ് there, ദേവേന്ദ്ര ഫട്നവിസ്. I gave a talk, അതിൽ naval vice admiral was there. So I told them all that. Angane is better, but most important thing is that public awareness is there. I always say that public awareness is the best thing, because if they find something wrong or something suspicious, they immediately inform. Appo adu that will keep the police on their toes. That is the biggest advantage.